ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ഹോസ്പിറ്റലിലുള്ള മക്കൾക്ക് രണ്ടുപേർക്കും പനിയായിരുന്നു. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ദിവസം ഇതാ പിന്നെ വീണ്ടും ഞങ്ങളിനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളും ഹോസ്പിറ്റൽ രാവിലെ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പിന്നെയും പോയി, കുറവില്ലാഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നായിരുന്നു. എന്നിട്ടും ആൾക്ക് തീരെ കുറവും കാര്യങ്ങളൊന്നും ഇല്ല, ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഭയങ്കര പനി പിന്നെയും കൂടി. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നാൽ പൊതുവേ ഡോക്ടറെ കാണണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ. കുറച്ചധികം സമയം എടുക്കും, കാരണം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തിരക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു, കാരണം കുറയാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എജയും അതുപോലെ തന്നെ ഇച്ചും രണ്ടുപേരെയും കാണിക്കണം, പിന്നെ എന്നെയും കാണിക്കണം, കാരണം എനിക്ക് തീരെ വയ്യാണ്ടായിട്ടോ. തലേ ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും പിന്നെ പനിയും മേലും കൈയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്നെയും കൂടി കാണിക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ OP ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, പ്രഷറും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളിതാ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെയാണ് ഘട്ടങ്ങളായിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ ഫീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങളിതാ ഒരു ചായയും അതുപോലെ തന്നെ പപ്സും കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ അടുത്തുള്ള ഒരു ബേക്കറി ഷോപ്പിൽ തന്നെ വന്നിട്ടുള്ളതായിരുന്നു. അപ്പം പപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എസനെ ഫീഡ് ചെയ്യായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ എത്തിയതിന് ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ മേപ്പാടി അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ഫുൾ ബ്ലോക്ക് ആയിട്ടോ, കാരണം CPM എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക്കിലെത്തിട്ടോ. മാത്രമല്ല എൻ്റെ ഉമ്മയും കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ബർത്ത്ഡേൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പം പിറ്റേ ദിവസമല്ല, ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ കേട്ടോ. ബർത്ത്ഡേൻ്റെ അന്ന് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ വന്നപ്പം കയ്യിൽ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇവിടെ തലേദിവസം മിക്കാക്ക് എടുത്ത ഡ്രസ്സ് കുറച്ചൊന്ന് ചെറുതായി പോയി, സൈസ് വേറെ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഫാമിലിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. കാരണം എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം വായൊക്കെ ചുവച്ച് ഫുള്ളൊരു എന്താ പറയുക, നമുക്ക് പനിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല, ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ലാർജ് ആയിരുന്നു. അപ്പോൾ അവരോട് XL എന്ന് പറഞ്ഞത്, പിന്നെ നമ്മൾ ഒരു XL ഇനി കൊടുത്തെന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തി ഞാൻ ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോഴായിരുന്നു സൈസ് വേറെയാണ് തന്നത് എന്നുള്ളത് കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾ രണ്ടുപേരും ഉമ്മച്ചീൻ്റെ ഒപ്പം കാർ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതാക്കാണ്. അപ്പോൾ ചെറിയ എമൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് പിന്നെ അതൊക്കെ ഒരു ഇതെടുത്തിട്ട് എസക്കും മിച്ചുവിനും ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കണമെന്നില്ല കേട്ടോ, കാരണം വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ എല്ലാ പണിയും തീർത്തിട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വന്നത് രാവിലെ നേരത്തെ എണീച്ചിട്ട് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അലക്കൽ വരെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്, കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുഡും കഴിച്ച് നേരെ കിടക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഉമ്മച്ചിയും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ സ്ട്രെസ് ഉണ്ടാവില്ലല്ലോ, സ്ട്രെസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതാ ഡ്രസ്സും കാര്യങ്ങളും ഫുഡ് കഴിച്ച് ഞാൻ കിടക്കുമ്പോൾ ഉമ്മച്ചി ഓരോ ഡ്രസ്സുകൾ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല പ്യുവർ വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉടുപ്പിയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇച്ചുവിന് ഷർട്ടും പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഇതായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ എൻ്റെ ഡ്രസ്സും കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഉമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഉമ്മാക്കും കൂടി ജസ്റ്റ് കാണിച്ചെടുക്കാണ്. ആളും ഫുഡ് കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്, ടോപ്പും പാൻറ്റും ആയിട്ട് സെറ്റായിട്ട് വരുന്നുള്ളതാണ്. ഷോളല്ല കേട്ടോ, ഷോള് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പം എന്തായാലും എടുത്താൽ നന്നായി, കാരണം എപ്പോഴും ഞാൻ ചുരിദാറൊക്കെ ഇല്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ടുണ്ട്, അതും പിന്നെ ചായയൊക്കെ കൂടി കുടിക്കാൻ. പിന്നെ ബേക്കറി ഒക്കെ ഉണ്ട്, അപ്പം ബേക്കറി ഉമ്മച്ചിക്ക് വേണമെന്നപ്പം ഇതൊക്കെ കൂടി കുടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷം. ബർത്ത്ഡേ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ പനിയൊക്കെ മാറി റെഡിയായി. അപ്പോൾ ഇത്രയും